ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കുന്നത് അൺടൈറ്റിൽ ഗൂസ് ഗെയിം അഥവാ ശശി കുക്ക് സിമുലേറ്റർ. ശശി കുക്കിനെ അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ. അപ്പോ ശശി കുക്ക് സിമുലേറ്റർ ആണ് ഇതൊരു. ഇത് നോർമൽ ഒരു ഗൂസ് സിമുലേറ്റർ മീൻസ് താറാവിന്റെ സിമുലേഷൻ പോലത്തെ ഗെയിമാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ മുമ്പ് കളിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് അപ്പൊ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ടാവും ഗെയിം എന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ ഗെയിമിൽ എത്തിയിട്ടുണ്ട്. ഗെയിമിൽ നമ്മളെ കാണാനോ കുറെ പുല്ല് മാത്രമേ ഉള്ളൂ. സ്പേസ് ടു ഹോക്ക്. പുല്ലിന്റെ ഇടയിലുണ്ടല്ലോ. തല പുറത്തേക്ക് നോക്കിയിട്ട് യെസ്, നമ്മുടെ തല പുറത്തേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിട്ട് പിടിച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഞാൻ ഓടും. അതിന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുനിയും. ഓക്കെ, അതൊക്കെയാണ് അതിന്റെ കൺട്രോൾ വരുന്നത്. താറാവ് പ്രസ് ചെയ്തിട്ട് ബിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഇത്. ഓക്കെ, ഓ അങ്ങനെ അത് പിടിച്ച കഴിഞ്ഞാൽ ബിക്ക് യൂസ് ചെയ്ത് നമുക്ക് എന്താ വെച്ചാൽ ഡിക്കൊക്കെ ചെയ്യാം. ഓക്കെ, അതവിടെ ഇട്ടോ. സൈക്കിളൊക്കെ വല്ലടിക്കണ്ടില്ല. ഓക്കെ, അത് നമ്മൾ ചെയ്ത് നോക്കിയല്ലോ. അത് കുഞ്ഞിട്ടെടുക്കാൻ വേണ്ടിട്ട് ബെൻഡ് വെച്ച് ചെയ്യാം. നമുക്ക് ഇവിടെ വാതിൽ കിട്ടിയിട്ടുണ്ട്. വാതിൽ മിക്കവാറും തുറക്കാനായിരിക്കും വാതില്. അപ്പൊ ഇത് ഓപ്ഷൻ ബെൻഡ് ലെഫ്റ്റ് ക്ലിക്ക് വരയ്ക്കാം. ഈ സാധനം വീടും തോന്നുന്നു തലമുറ പോലെ. താഴത്തൊരു ലോക്ക് ഉണ്ട്. കൺട്രോൾ യെസ്, നമുക്കൊരു പാത്ത് അൺലോക്ക് ആയിട്ടുണ്ട്. കാരണം അവിടെ വേറെ ഒന്നും കണ്ടില്ല. നമ്മൾ നോക്കിയപ്പോ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോ ഇവിടേക്ക് വന്നു. നെക്സ്റ്റ് സ്പ്രെഡ് വിങ്സ്. പറക്കൂത് താറാവ് പറക്കൂല തോന്നാം കോമൺ ആയിട്ട്. ഓക്കെ, വെള്ളത്തിൽ. യെസ്, അപ്പൊ ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അൺടൈറ്റിൽ ഗൂസ് ഗെയിം ബൈ ഹൗസ് സ്ഥലത്തെത്തിണ്ട്. ഒരു ബെഞ്ചും 2 പീസും ഒരു ആപ്പിളും. എന്ത് ചെയ്യണം? പിസ അല്ല, സോറി, സാൻഡ്വിച്ച്. സാൻഡ്വിച്ച് എടുത്തിട്ട് സാൻഡ്വിച്ച് നമുക്ക് വെള്ളത്തിൽ കളയാം. സാൻഡ്വിച്ച് വെള്ളത്തിൽ ശരിക്കും പൊങ്ങിയെടുക്കും. സാൻഡ്വിച്ച് വെള്ളത്തിൽ നോക്കി തിന്നാം. ശരി, അവിടെ തന്നെ കൊണ്ട് വെച്ചേക്കാം. ഇത് എങ്ങനെ വല്ല ആവശ്യം വരുന്നില്ല. മെഷീന് വേണ്ടി വെച്ചാണില്ല. കാരണം വെച്ചാൽ സാധനം എനിക്ക് സസ്പീഷ്യസ് ആയിരുന്നു. വേറെ ഇവിടെ എന്തൊക്കെയുണ്ട്? നീ ഞെക്കാട് ചോക്കായി കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുനിയ, ഡബിൾ ക്ലിക്ക് കഴിഞ്ഞാൽ ഓടാം. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഗേറ്റ് കടന്ന് പോകാൻ പറ്റില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തോന്നുന്ന ഇത്ര ഏരിയ ഉള്ളൂ തോന്നുന്നത്. മറ്റേ സാധനം പുല്ലുകെട്ട മെഷീൻ. ഇവിടെ നമുക്കൊരു ടാപ്പ് റെക്കോർഡർ ടാപ്പ് ചൂസ് ചെയ്യുക. Get into the garden, get the groundkeepers, groundkeeper ഉണ്ടാവും തോന്നുന്നു. അപ്പൊ ഗെറ്റ് ചെയ്ത് ഗാർഡൻ. അപ്പൊ ഇത് ഗാർഡൻ, ഗ്രൗണ്ട് കീപ്പറിനെ see the groundkeepers keys, make the groundkeepers wear some hat, like have a picnic, bring a picnic. സാൻഡ്വിച്ച് പറഞ്ഞില്ലേ സാൻഡ്വിച്ച് ആവശ്യം വരുന്നത്. സാൻഡ്വിച്ച് പംകിൻ, ആപ്പിൾ, ക്യാരറ്റ്, ജാം, തർമൂസ്, റേഡിയോ, ബസ്. ഓക്കെ, അത് റേഡിയോ ആണോ ഇരിക്കണേ? എനിക്ക് തോന്നുന്നുണ്ട് റേഡിയോ ആണ്. റേഡിയോ എടുത്തു. അയ്യോ, റേഡിയോ വെച്ചുണ്ടാക്കണേ. അയ്യോ, അവിടെ ആളുണ്ട്. റേഡിയോ ഓടാനും ചെയ്യാമോ? വെള്ളത്തിലിട്ട് ഞാൻ വർക്ക് ചെയ്യണോ? റേഡിയോ പോയി വീട് ചീത്ത. റേഡിയോ എന്തിനാടോ? എടാ റേഡിയോ ചീത്തേ, വെള്ളം നനഞ്ഞത്. ഞാനെന്താ എനിക്ക് അവിടെ ഇവിടെ തോന്നാ അവിടെ കൊണ്ടുവെക്കണേ. പിക്നിക് ഉണ്ടാക്കേ, പിക്നിക്. അപ്പൊ അതിന് നോക്കണേ ഗാർഡനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റി. ഞാൻ റേഡിയോ അവിടെ കൊണ്ടുവയ്ക്കണോ? നമ്മൾ ഗാർഡനിക്ക് എൻ്റർ ചെയ്തു. ഗെറ്റ് ഇൻ ടു ദ ഗാർഡൻ. നമ്മുടെ അയാളെ റേഡിയോ അയാളെ വെറ്റാക്കുന്നു. പിന്നെ നമുക്ക് വേണ്ട ക്യാരറ്റ് വേണമെന്ന് പറയണ്ടേ. കുഞ്ഞോ ക്യാരറ്റ് എടുത്തോ. ഇങ്ങനെ ടിക്ക് ചെയ്ത് നോക്കി. കൺട്രോളിക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഓക്കെ, നമുക്ക് ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട്. അവിടെ സാൻഡ്വിച്ച് കുടിക്കുന്നില്ല. സാൻഡ്വിച്ച് ഒക്കെ എടുത്തു പോകാം. കഷ്ടപ്പെട്ട് പാവം താറാവ്. ഇത്രേ ഉള്ളൂ. എന്തൊരു കഷ്ടപ്പെടണേ. 2 സാൻഡ്വിച്ച് കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അത്ര ഉപകാരമായിരുന്നു. കാരണം ചോറന്ന് ഓരോന്നായിട്ട് കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ പണിഷ്യുണ്ട്. അതുവഴി ഇനി വേണ്ടത് ആപ്പിൾ വേണം. ആപ്പിൾ പറഞ്ഞേ. പിന്നെ ബാസ്ക്കറ്റ് പറഞ്ഞിട്ടുണ്ട്. ബാസ്ക്കറ്റ് അടിക്കുന്നുണ്ട്.
ബാസ്കറ്റ് കുഞ്ഞിടേണ്ടിയിരുന്നു. ഓ നല്ല വെയിറ്റ് ഉണ്ടോ ബാസ്കറ്റ്. ബാസ്കറ്റ് പോയി. ഇനി എന്തൊക്കെ വേണ്ടേ? പംകിൻ വേണം, ജാം വേണം, തെർമോസ് വേണം, റേഡിയോ. റേഡിയോ ആള് എടുക്കാൻ പറ്റും. ഇത് ഈ കീ മോഷ്ടിക്കുന്ന ആളേന്ന് സൺ ഹാറ്റ് ഹാവ് എ പിക്നിക്. ഓക്കേ, അയാളെ ഇത് ചെന്നിട്ട് ഗാർഡനിൽ ചെന്നിട്ട് അയാളെ മറ്റു സാധനം എടുക്കണം. ഇയാളെ കീ ഇപ്പൊ മോഷ്ടിച്ചാലോ? കുഴപ്പമില്ല, ഞാൻ എടുത്തോ. പംകിൻ ഇത് കൂട്ടാണോ? ഓക്കെ, പംകിന് റെഡി ഉണ്ടപ്പോ ജാമ്, തെർമോസ്, റേഡിയോ. ജാം അവിടെ തന്നെ ഉണ്ടാവും തോന്നുന്നു. ജാമ്, തെർമോസ്, റേഡിയോ. അയാള് തന്നെ പോയി കള്ളം കൊണ്ടുപോയി. ഞാൻ കേട്ടോ, ഞാൻ എന്നെ സംശയിക്കണ്ട. ഞാനല്ല എടുത്തേ. എന്നെ കണ്ടൊരു കള്ളക്ഷൻ ഒന്നും ഞാനല്ല എടുത്തേ. ജാമ്, തെർമോസ്, റേഡിയോ. റേഡിയോ എടുക്കാം. റേഡിയോ കൺട്രോൾ കഴിഞ്ഞ റേഡിയോ നോക്കി. റേഡിയോ ഈ റേഡിയോ ഞാൻ തന്നെ വെള്ളത്തിലിട്ടല്ലേ. റേഡിയോ വെള്ളത്തിലൂടെ അത് റേഡിയോ. ഈ റേഡിയോ വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കരയ്ക്കെടുത്താൽ വീണ്ടും റേഡിയോ വർക്ക് ചെയ്യും. എവിടുത്തെ കാലത്താണ് റേഡിയോ ആണോ ദൈവം? കാരണം നേരത്തെ ഞാൻ വെള്ളത്തിലിട്ട് പൊട്ടിച്ച റേഡിയോ, എന്നിട്ട് ആ റേഡിയോ വീണ്ടും വർക്ക് ചെയ്ത് തുടങ്ങി. റേഡിയോ ആയി. ഈ ജാമ അടിക്കുന്ന തെർമോസാണ് ഞാൻ കണ്ടാവും. ജാമും തെർമോസും മാത്രം മതി. പിന്നെ ബാക്കി നോക്കാം. ആദ്യം കംപ്ലീറ്റ് ചെയ്യണം. ജാമും തെർമോസ്. ജാമ ഇരിക്കുന്നേ. അപ്പൊ എനിക്കൊന്നും വേണ്ടേ ആള്. ഓക്കെ, ജാമും കിട്ടി. ജാമു വേണ്ട. ഇനി തെർമോസ് മാത്രം. തെർമോസ് തന്റെ ജാമ വീണ്ടും കളങ്ങുണ്ടോ? എനിക്കറിയാൻ പാടില്ല. ഞാനും നിർത്തല്ലേ. ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണ്ടേ? ഏളം പൊക്കെ ഞാനൊന്നും ചെയ്യല. അയാളുടെ കൊടുത്തുണ്ട്. പുല്ലിനിടപ്പ് ഒളിച്ചിരിക്കാൻ കുറച്ച് നേരം. ഇയാളെ ഇനിയിപ്പോ എവിടെ പോയാണോ? ഇയാളെ സാധനം സൈഡിൽ കൂടെ കാണാണ്ട് പോവാം. അയാൾ അവിടെ ഇല്ലാന്ന് പ്രതീക്ഷിക്കും. കണ്ടില്ല. ഓക്കെ, അതും കിട്ടി. തെർമോസ് കിട്ടിയിട്ട് ഏകദേശം എല്ലാം ആയെന്ന് തോന്നുന്നു. ലൂസ് ചെയ്യണമെങ്കിൽ ഹാവ് എ പിക്നിക് കംപ്ലീറ്റഡ്. കാരണം നമ്മൾ എല്ലാ സാധനവും കളക്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമ്മൾ സാൻഡ്വിച്ച് കളക്ട് ചെയ്തു, ആപ്പിൾ കളക്ട് ചെയ്തു, പംകിൻ, ക്യാരറ്റ്, ജാമ്, തെർമോസ്, റേഡിയോ, ബാസ്കറ്റ്. അപ്പൊ ഹാവ് എ പിക്നിക് ആയിട്ട് ഇനി പിന്നെ സ്റ്റീൽ ദ ഗ്രൗണ്ട് യൂസ് കീന് പോസ്റ്റ് ചെയ്യാനുള്ള കിട്ടിയ ഹലോ കീ എടാ, ഞാനിവിടെ ജസ്റ്റ് ഇതിൽ കൂടെ കീ എടുത്ത് ഞാൻ തങ്ങാണോ? അയ്യോ, ഞാനാ ഉദ്ദേശിച്ചത് ഒന്നുമല്ല. ഞാൻ ചുമ്മാ കീ എടുത്താൽ മതി. എനിക്ക് കീ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. കീ കിട്ടിയില്ല.
ഈ എവിടെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഒച്ച കേൾക്കുന്നുണ്ട്. അയാൾ കണ്ടല്ല. കീ കിട്ടിയിട്ട് കീയുടെ കാര്യം അയാൾ മറന്നു. കാരണം തന്റെ കീ വേണോടോ. കീ മാത്രം എടുത്താൽ മതി. കൊണ്ട് അയാൾ ലേറ്റ് കൊണ്ടായാലോ. ഓടിക്കോ. അയ്യോ അത് ഫൗള്. തളകി. എടാ തന്റെ കീയാണോ അത്? മറന്നു അയാള്. പിടിക്കരുത്. ഇയാളെ എത്ത് പൊട്ടണേ. വെള്ളത്തിറങ്ങണം. വെള്ളത്തിൽ ഫാസ്റ്റ് അടിക്കാൻ. എനിക്ക് ഞാൻ വെള്ളത്തിൽ മിക്കവാറും കാട്ടുകളായി. തനിക്ക് പോയി. അയ്യോ എനിക്ക് വേണ്ട കീ. നടന്നു ഞാൻ കീ എടുക്കണില്ല. പക്ഷെ ഞാൻ കീ എടുക്കണേ. ചവിട്ടറ കീയല്ലേ കൊണ്ടുപോ. തന്റെ കീ കള്ളം കൊണ്ടേ. ഞാനല്ല കള്ളം കൊണ്ടായി. അയ്യോ പറ്റിച്ച്. താനെങ്ങനെ നടക്കുന്നു? ഇയാളെ കീയോടെ പുറത്തേക്ക് വരാച്ചാലോ. എന്താ പറയാ കീയോടെ കിടക്കട്ടോ. ഇയാളെ കീ മറന്നപ്പോ ഈ പുല്ലിനാണ് കേടാം. കേടുകണ്ടേ ഈ പുല്ലിൻ്റെ അടിയിലിട്ടു. ഒരു തരം വെള്ളത്തേക്ക് വന്നു. ഒഴുകിപ്പോ കഴിഞ്ഞാൽ കീ എനിക്ക് കൂടി കിട്ടില്ല. ഇയാളെവിടെ? അയ്യോ മോനെ കീ കിട്ടിയോ? എനിക്ക് അയാളെ വാതിലടച്ചിട്ടെ. അയ്യോ. They ask you how you are, you just have to say that you're fine when you're not really fine, but you just can't get into it because they would never understand. ഞാൻ എന്ത് നിന്നോടൊക്കെ തുറക്ക് തനിക്ക് കീയില്ല. കീ പോയി. താൻ എന്ത് ഡിപ്രഷനിൽ പോയി ഞാള്. ചടങ്ങോ മതിലടങ്ങോ. എന്നിട്ട് ഗ്ലിച്ചയാള് ഇയാൾ ഗ്ലിച്ചെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ പോവാൻ വഴിയില്ല. ഏറ്റവും താനകത്തിക്കോന്നിരിക്കുന്നു കാണണം. എടാ മോനെ താൻ എന്തിട്ട് നോക്കിക്കണേ. അതൊന്നും വേണ്ട തനിക്ക്. അവിടെ പോയി നോക്കിക്കാനല്ലേ മന്ദിരമേ. ചാടനൊന്നല്ലല്ലോ. നിനക്ക് തീ എടുത്ത് കൊടുത്തേക്ക. എനക്കൊന്നും കൂട്ടിയ കൂടില്ല. പാവം ചേർക്കാൻ നോക്കിക്ക. ആളെ കൊല ചെയ്യുമ്പോ നോക്കിയാള് മതിലിന്റെ ഇപ്പുറത്ത് നാളെ കൊല്ലേരി നോക്കിക്കണം. കാണുമ്പോ വിഷമം നിനക്ക്. അപ്പൊ ആളെ കീ കൊണ്ട് കൊടുത്തേക്കാം. നാക്കി ചവിട്ടറ് കീ കൊണ്ടുവന്ന് തന്നതാ ഞാൻ. വെല്ലോടത്ത് കൊണ്ട് കാണാണ്ടാക്കിട്ട് കീ കൊണ്ടുവന്ന് ഇറങ്ങുമ്പോ ചവിട്ടറ് തുറന്നു പോ. കീ പിന്നെയും കളമുണ്ടാക്കി. എന്നെ പിടിക്കരുത്. ഞാൻ എടുക്കണ. എനിക്ക് കീ വേണ്ടതല്ലേ. തനിക്ക് കീ കൊള്ളില്ല. അയ്യോ തന്റെ കീ കൊള്ളില്ല. എനിക്ക് കീ വേണ്ടെന്ന്. ചവിട്ടണെന്തിനാ? ഞാൻ കീ ഒന്നും എടുക്കാൻ വന്നത്. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചിറക് വിരിച്ച് ഇങ്ങനെ പറക്കാൻ. കണ്ട ഇങ്ങനെ പറക്കാൻ പറ്റുമോ എനിക്ക്? അയ്യോ ഞാൻ ചിറക് വിരിക്കാമെന്നാണ് പറഞ്ഞു. ഓക്കെ ഇനി നമുക്ക് എന്തൊക്കെ. അയ്യോ ഇതിന്റെ കാര്യം മറന്നുപോയി. സൺ ഹാറ്റ് വെക്കണം. സൺ ഹാറ്റ് എവിടെ?
തന്റെ സൺ ഹാറ്റ് എന്താ ഇതാണല്ലോ എനിക്ക് സൺ ഹാറ്റ് ഇല്ലല്ലോ. ആ അവിടെ ഒരു ഹാറ്റ്, ഇതാണോ സൺ ഹാറ്റ്? ഇതായിരിക്കും സൺ ഹാറ്റ്. എടുക്കാൻ പറ്റുന്ന ചെയ്യണോ? എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എത്തൂല. പറക്കാൻ പറ്റുമോ നീ? കാറ്റ് മാത്രമല്ലേ. ഇയാളുടെ സൺ ഹാറ്റ് വെക്കണം. അപ്പൊ ഇയാളുടെ ഇപ്പൊ ഇരിക്കുന്ന ഹാറ്റ് എന്ത് ചെയ്യണ്ട? കാട്ടുകളെ ഈ ഹാറ്റ് എടുത്തു കഴിഞ്ഞാൽ വരണോ സൺ ഹാറ്റ് എടുക്കാൻ? അല്ലെങ്കിൽ ഈ ഹാറ്റ് ഇപ്പൊ ഇയാളുടെ ഓൾറെഡി ഒരു ഹാറ്റ് ഇരിപ്പുണ്ട്. ഇയാളെ എങ്ങനെ ഇനി സൂര്യന്റെ വിളിച്ച് അങ്ങനെ കൂട്ടിയാൽ മാത്രം ഹാറ്റോ എന്ത് ചെയ്യണോ? ചവിട്ടം എന്തിനാ? ഓക്കെ, ഇയാളുടെ ഹാറ്റ് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. എന്നാ മാത്രം നമുക്ക് അയാളെ സൺ ഹാറ്റ് എടുക്കുള്ളൂ. ബെറ്റർ എന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ വഴി കാണല്ലോ. ഒന്നാമത്തെ കാര്യം അത് എടുക്കാൻ നമുക്ക് പറ്റൂല. അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാനുള്ള വല്ല സ്ഥലം വല്ല പടിയോ എന്തെങ്കിലും കൊടുത്താനെ. അപ്പൊ അവിടെ ഒന്നും കൊടുത്തല്ലേ. അപ്പൊ ആ സ്ഥിതിക്ക് ഇയാളെ എടുക്കേണ്ടി വരും. ഐ തിങ്ക് നമുക്ക് ഇയാളുടെ ഹാറ്റ് അങ്ങനെ എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹാറ്റ് വെച്ചോളൂ. എന്റെ ഊഹ എന്റെ ഐ ഗസ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി അയാളുടെ ഹാറ്റ് തലേന്ന് ഊരാൻ എന്ത് ചെയ്യും? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇയാള് തന്നെ ചെയ്യണേ. ഇയാൾ എന്റെ ഭംഗി ആസ്വദിച്ചിരിക്കാൻ തോന്നുന്നത്. മറന്നു താൻ എന്താ ചെയ്യാൻ വന്നത്? ഇയാൾ ഇവിടെ വരെ വന്നു. ഇയാൾ മറന്നു കണ്ടത് ഇരിക്കാണ്ട്. അയാൾ മറന്നു എന്താ ഇയാൾ ചെയ്യാൻ വന്നത്? താൻ എന്തോടെ നോക്കിക്കണേ? പണിയെടുക്കണോ? പൂവ് ഞാൻ പൂവ് നോക്കിയതാ. നല്ല പൂവ്. അയ്യോ തന്നെ പൂ പോയി. കുനിയാൻ പറ്റണല്ലോ കൊണ്ട് വെള്ളം ഉണ്ടോന്നാടാ തനിക്ക്? ഒരു പൂതായി കൈ കൊണ്ട് പിടിക്കാൻ അറിയാൻ പാടില്ല. വീടുകളൊരു ആ കിട്ടി. അപ്പൊ അയാളെ പൂ വീണ്ടും പറിക്കാൻ അയാള് തൊപ്പിടുക്കും. വെക്കണം പൂ വയ്ക്കാതെ തൊപ്പിടുക്കോടാ. ഓക്കെ, ബാഗരെ വീടു പൊലിന്റെ ഇടയിൽ കൊണ്ടിരിക്കാം. അവിടെ തൊപ്പിയോടെ അതവിടെ തൊപ്പി കാണാൻ. തൊപ്പി കാണാല്ലേ ഇപ്പൊ സൺ ഹാറ്റ് എടുക്കാൻ പോണം. താൻ മറന്ന തന്റെ ഹാറ്റ് എടുക്കാൻ പോണം. എന്ത് ചവിട്ടർ എന്തിനാണ്? ഓക്കെ, തന്റെ ഹാറ്റ് എടുത്ത് വെച്ചു. ഓക്കെ, അതും കംപ്ലീറ്റ് ആണ്. നമ്മ അയാളെ തന്റെ ഹാറ്റ് വെപ്പിച്ചു. പുതിയ എന്തോ വന്നാണ്. അയാള് ഗൂസിന് പാടില്ല വെക്കാൻ പോകും. ഓഹോ, അതെ, നോ ഗൂസ്. തന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിക്കണേ. പിന്നെ എന്തിട്ടാണ് നോ ഗൂസ് വെക്കണേ? അത് കൊള്ളാം. കണ്ടാ, നോ ഗൂസ് അയാൾ അങ്ങനെ ചെയ്യാൻ പാടട്ടെ. എനിക്ക് വേറെ വിഷൻസ് ഒന്നും തോന്നുന്നില്ലല്ലോ. ഇവിടെ ഇതിലോ മേക്ക് ദ ഗ്രൗണ്ട് കീപ്പർ ഹാമർ ഈസ് തം. ഓ, അപ്പൊ ഈ സാധനം വെച്ച് അടിക്കുന്ന സമയത്ത് അയാളെ കൈയും നമ്മ വിട്ടുപോയത്. അയ്യോ, തന്റെ ബോർഡ് പോയി. അയ്യോ, തന്റെ ബോർഡും പോയി, എല്ലാം പോയി. അടിക്കുക. അപ്പൊ അയാൾ അടിക്കണ സമയത്ത് നിങ്ങക്ക് കൈമ മറ്റേത് കയറ്റിക്കാം. എടാ, തന്റെ ബോർഡ് വീണട കണ്ടില്ലേ താൻ? എന്തോന്നത്? എനിക്കൊരു കൃത്യനിഷ്ഠ ഇല്ലാട്ടോ. അയാള് ക്വസ്റ്റ്യനായി. നീ സാധനം ഒച്ചുണ്ടാക്കിയ മതിയാണോ? ഓക്കെ, അടിക്കണം. നമുക്ക് അയാളെ കൊണ്ട് ഒച്ചുണ്ടാക്കിപ്പിക്കാം. അയ്യോ, കഴിഞ്ഞു. അയ്യോ, കുത്തിയാളെയാണ്. അയാൾ തന്റെ താക്കോലും പോയി. അയാൾക്ക് എന്തോരം നാശനഷ്ടം ഇത്. വേണ്ട നീ എന്നോട് കളിക്കണ്ട ഉണക്ക ഗോഡറേ. നമുക്ക് പുതിയൊരു വേൻ ലോക്കായി കിട്ടി.
ഓക്കെ, വെള്ളോ കനാലോ അതൊന്നും ചെളിവെള്ളം അത്. ഒരു കണ്ണോടെ വെച്ചൊക്കെ പുതിയ മിഷൻസ് നമ്മളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ലെവൽ അപ്പൊ സെക്കൻഡ് ലെവൽ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഈ വീഡിയോ ഓൾറെഡി നല്ല ലെങ്ത് ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ കുറെ ഫാർമറിട്ട് കഷ്ടപ്പെടുത്തുകയും ചെയ്തു. ഇനിയിപ്പോ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ചെറുക്കനിട്ട് കഷ്ടപ്പെടാം. ആ കന്നഡ ചക്കല്ലേ, ആ ചക്കൻ അതെ അവിടെ തന്നെ ഇട്ട് കഷ്ടപ്പെടുത്താം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.